ധീരുഭായ് അംബാനി സ്ക്വയറിന്റെ ഉദ്ഘാടനം മുംബൈയിൽ നീത അംബാനി നിർവഹിക്കുന്നു. തത്സമയം. And for our children to walk in his footsteps has been the dharma of our life. And now, मुलानो, मी तुम्हाला आता एक सरप्राईज देते. आम्ही इथे एक सुंदर म्युझिकल फाउंटेन बनवले आहे. हा फाउंटेन कुठे आहे? धीरूभाई अंबानी स्क्वेअर मध्ये आहे. I hope that this spectacular fountain will spark a fountain of joy and hope in your hearts, my dear children. In the coming days, it will be a treat to the eyes of all Mumbaikars who will visit the Dhirubhai Ambani Square, a modern and futuristic square, part of the much larger complex, the Geo World Center, a world-class multi-purpose facility which will be the largest and one of the best global convention centers in our country. When the Geo World Center opens towards the end of 2019, people will see it as a jewel of New India, located in the heart of Mumbai. It will be a place where Mumbaikars will get together to appreciate art, to exchange ideas, to celebrate culture, and to soak in the heritage and vibrancy of our great city, Mumbai. So friends and my dear children, enjoy the evening. Celebrate with us. Are you enjoying? खूब खेलो, कूदो, पढ़ो और जीवन में आगे बढ़ो. आप सबको मेरा बहुत सारा प्यार और आशीर्वाद. धन्यवाद. മുംബൈയിലെ ധീരുഭായ് സ്ക്വയർ റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നീത അംബാനി ഉദ്ഘാടനം ചെയ്യുകയാണ്. ജിയോ വേൾഡ് സെന്ററിലാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. നീത അംബാനിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ധീരുഭായ് സ്ക്വയറിൽ റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നീത അംബാനി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. വടകരയിൽ പി ജയരാജനെ മത്സരിപ്പിച്ച് കളം പിടിക്കാൻ സിപിഎം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി രാജീവ് എറണാകുളത്തും കെ എൻ ബാലഗോപാൽ കൊല്ലത്തും സ്ഥാനാർത്ഥികളാകും. എംഎൽഎമാരായ എ പ്രദീപ് കുമാറിനെ കോഴിക്കോട്ടും എ മാരിഫിനെ ആലപ്പുഴയിലും വീണ ജോർജിനെ പത്തനംതിട്ടയിലും മത്സരിപ്പിക്കാൻ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ അനുമതി നൽകി. പൊന്നാനിയിലും പരിഗണനയിലുള്ളത് എംഎൽഎമാരാണ്. വടകരയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ തന്നെ സ്ഥാനാർത്ഥി. ജയരാജന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വടകര മണ്ഡലം കമ്മിറ്റി പച്ചക്കൊടി കാട്ടി. പി കെ ശ്രീമതി, എ സമ്പത്ത്, എം ബി രാജേഷ്, ജോയ്സ് ജോർജ് എന്നിവരുടെ കാര്യത്തിലും മാറ്റമില്ല. കോഴിക്കോട് എം കെ രാഘവനെ നേരിടാൻ എ പ്രദീപ് കുമാർ എംഎൽഎയും സിപിഎം കളത്തിലിറക്കും. എറണാകുളത്ത് പി രാജീവ് തന്നെ മതിയെന്ന് മണ്ഡലം കമ്മിറ്റിയും തീരുമാനിച്ചു. ഇന്നസെന്റിനെ ചാലക്കുടിയിൽ മത്സരിപ്പിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യം. എന്നാൽ വിജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ഇന്നസെന്റ് എന്നും പി രാജീവിനെയോ സാജു പോളിനെയോ മത്സരിപ്പിക്കണമെന്നും മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നു. കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനെ നേരിടാൻ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് കെ എൻ ബാലഗോപാലിനെ മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചത്. പത്തനംതിട്ടയിൽ വീണ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശവും അംഗീകരിക്കപ്പെട്ടു. ആലപ്പുഴയിൽ എ മാരിഫ് തന്നെ സ്ഥാനാർത്ഥി. കോട്ടയത്ത് ഉഴവൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബിനെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചതെങ്കിലും ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ മത്സരിക്കണമെന്നായിരുന്നു മണ്ഡലം കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അഭിപ്രായം. കാസർഗോഡ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച കെ പി സതീഷ് ചന്ദ്രന്റെ പേരിനൊപ്പം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണന്റെ പേരുകൂടി മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ചു. മലപ്പുറത്ത് SFI നേതാവ് വി പി സാനു തന്നെ സ്ഥാനാർത്ഥി. പൊന്നാനിയിൽ നിലമ്പൂർ MLA പി വി അൻവർ, താനൂർ MLA വി അബ്ദുറഹ്മാൻ എന്നിവരാണ് പരിഗണനയിൽ. തർക്കമുണ്ടായ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സംസ്ഥാന സമിതി തീർപ്പുണ്ടാക്കും. ശനിയാഴ്ച സിപിഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. എല്ലാ കാര്യങ്ങളും LDF സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കും. അങ്ങനെ 8-ാം തീയതി തീരുമാനിക്കും. 8-ാം തീയതി ഒരു ശുഭവാർത്ത നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കാം. ന്യൂസ് 18 തിരുവനന്തപുരം.
ചാലക്കുടിയിൽ ഇന്നസെന്റിനെ ഇനി വേണ്ടെന്ന് മണ്ഡലം കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷവും തറപ്പിച്ചു പറഞ്ഞു. കമ്മിറ്റിയിലെ 3 പേർ മാത്രമാണ് പിന്തുണച്ചത്. എറണാകുളത്ത് പി രാജീവിനെ തന്നെ തീരുമാനിച്ചതോടെ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം വീണ്ടും സംസ്ഥാന നേതൃത്വത്തിലേക്കെത്തി. അങ്കമാലി CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന ചാലക്കുടി പാർലമെന്റ് കമ്മിറ്റി യോഗത്തിലാണ് ഇന്നസെന്റിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നത്. പങ്കെടുത്ത 3 പേരൊഴികെ മറ്റെല്ലാവരും ഇന്നസെന്റ് സ്ഥാനാർത്ഥിയാകുന്നതിനെ എതിർത്തു. മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ പോലും MP എന്ന നിലയിൽ പങ്കെടുക്കാതിരുന്നെന്നും വിമർശനമുയർന്നു. പി രാജീവ്, മുൻ MLA സാജു പോൾ എന്നിവരുടെ പേരാണ് പാർട്ടിക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വന്നത്. രാജീവ് എറണാകുളത്ത് ഉറപ്പിച്ചതോടെ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി. ഇന്നസെന്റിനെ തന്നെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉള്ളത്. എറണാകുളത്ത് UDF-നെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് പി രാജീവിനെ കളത്തിലിറക്കുന്നത്. പാർട്ടി മുൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തകർക്കിടയിലുള്ള സ്വാധീനവും മുൻ രാജ്യസഭാംഗം എന്ന നിലയിലെ പ്രവർത്തന പരിചയവും CPM-ന് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ്. സ്വതന്ത്രരെ പരീക്ഷിച്ച് മടുത്ത എറണാകുളത്ത് ഏറെക്കാലത്തിന് ശേഷമാണ് രാഷ്ട്രീയ മത്സരത്തിന് CPM ഒരുങ്ങുന്നത്. ചാലക്കുടി പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ അതൃപ്തി അവഗണിച്ച് ഇന്നസെന്റിനെ തന്നെ LDF കളത്തിലിറക്കുമോ എന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. എറണാകുളത്ത് പി രാജീവിലൂടെ UDF-നെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാനും LDF ലക്ഷ്യമിടുന്നു. കൊച്ചിയിൽ നിന്നും CN പ്രകാശ്, ന്യൂസ് 18. ആറന്മുളയിൽ വീണ ജോർജിനെ മത്സരിപ്പിക്കാൻ ഇറക്കുമ്പോഴുള്ള എതിർപ്പോ സംശയങ്ങളോ ഇക്കുറി CPM-നില്ല. പാർട്ടി വിടുമെന്നുവരെ ആരിഫിനെ കുറിച്ച് ഒരു കാലത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ പേരുകാരനായാണ് ആലപ്പുഴയിലെത്തുന്നത്. കേരള കോൺഗ്രസിലെ കലങ്ങിമറിയൽ കഴിഞ്ഞുമതി, കോട്ടയത്തിന്റെ കാര്യത്തിൽ മനസ്സു തുറക്കാനെന്നാണ് CPM തീരുമാനം. ആലപ്പുഴയിൽ AN ആരിഫിന്റെ പേര് ഏറെക്കുറെ ഉറപ്പിച്ചതായിരുന്നു. മണ്ഡലത്തിൽ വ്യാപകമായുള്ള വ്യക്തിബന്ധമാണ് ആരിഫിന് തുണയായത്. കരുനാഗപ്പള്ളി, അമ്പലപ്പുഴ, അരൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ആരിഫിന് വ്യക്തമായ മേൽക്കൈ നേടാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം LDF നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം ഇപ്പോൾ തന്നെ 7 അസംബ്ലി മണ്ഡലങ്ങളുള്ളിൽ 6ഇടത്തും LDF-ന് നല്ല ഭൂരിപക്ഷമാണ്. പത്തനംതിട്ടയിൽ വീണ ജോർജിലേക്ക് പാർട്ടി എത്തിയത് വളരെ പെട്ടെന്നാണ്. രാജു അബ്രഹാം ഉൾപ്പെടെയുള്ള പേരുകൾ സജീവമായി മുന്നിലുള്ളപ്പോഴാണ് വീണ ജോർജിലേക്ക് മണ്ഡലം കമ്മിറ്റി എത്തിയത്. 3 വർഷം മുൻപ് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ പരിഗണിക്കുമ്പോൾ പാർട്ടിയിലും മണ്ഡലത്തിലും എങ്ങും സംശയങ്ങളായിരുന്നെങ്കിൽ ഇത്തവണ ഒരിടത്തു നിന്നും എതിർപ്പുയർന്നില്ല. ഓർത്തഡോക്സ് സഭയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള നേതാവ് എന്നത് തന്നെയായി ഒന്നാമത്തെ പരിഗണന. പക്ഷേ കോട്ടയത്തിന്റെ കാര്യത്തിൽ വഞ്ചി തിരുനക്കര തന്നെയാണ്. ഇതുവരെ ചർച്ച ചെയ്യപ്പെടാതിരുന്ന പേരുകളാണ് ഉയരുന്നത്. ജില്ലാ സെക്രട്ടറി VN വാസവൻ മതിയെന്ന് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി. മത്സരിക്കാനില്ലെന്ന് വാസവന്റെ വിസമ്മതം ഗൌരവമായി പരിഗണിച്ചാൽ ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകും. സുരേഷ് കുറുപ്പിന്റെ പേരും വീണ്ടും സജീവമായി പരിഗണനയിലെത്തിക്കഴിഞ്ഞു. കോട്ടയത്തിന്റെ കാര്യത്തിൽ കേരള കോൺഗ്രസിന്റെ തീരുമാനത്തിനുകൂടി കാത്തിരിക്കുകയാണ് ഇടതുമുന്നണി. പത്തനംതിട്ടയും ആലപ്പുഴയും അട്ടിമറിക്കാൻ MLA-മാർ. മധ്യകേരളത്തിൽ ശക്തരെ ഇറക്കി പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇടതുമുന്നണി. കോട്ടയത്ത് നിന്നും ക്യാമറമാൻ ലിബിൻ കോമനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18. 10 വർഷം മുൻപ് P സതീദേവി തോറ്റ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് സഹോദരൻ P ജയരാജനെ CPM ഇറക്കുന്നത്. കോഴിക്കോട് MK രാഘവനെ നേരിടാൻ ചിരപരിചിതനായ A പ്രദീപ് കുമാർ ഇറങ്ങും. കാസർഗോഡ് മണ്ഡലത്തിൽ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ച സതീഷ് ചന്ദ്രന്റെ പേരിനോട് അപ്രതീക്ഷിതമായി എതിർപ്പുയർന്നു. വടകരയിൽ രണ്ടും കൽപ്പിച്ചുള്ള കടത്തനാടൻ അംഗത്തിനാണ് CPM കച്ചമുറുക്കുന്നത്. മന്ത്രി TP രാമകൃഷ്ണനാണ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ P ജയരാജന്റെ പേര് നിർദ്ദേശിച്ചത്. കമ്മിറ്റി ഇത് ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. TP ചന്ദ്രശേഖരന്റെ കൊലപാതകം സജീവ രാഷ്ട്രീയ വിഷയമായ വടകരയിൽ പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനം കൂടിയാണ് CPM നടത്തുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇത്തവണ മത്സരിക്കില്ല എന്നതും RMPക്ക് പിന്തുണ കുറഞ്ഞതും ഗുണമാവുമെന്ന് CPM കണക്കുകൂട്ടുന്നു. നിർണായക സ്വാധീനമുള്ള ലോക് താന്ത്രിക് ജനതാദൾ മുന്നണിയിൽ തിരിച്ചെത്തിയതും ഗുണം ചെയ്യും. കൊലപാതക രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാർ ഇവിടെ സമാധാനത്തിന്റെ മാലാഖമാർ ചമയേണ്ടതില്ല. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ജനങ്ങൾക്ക് ഇടതുപക്ഷത്തെ അറിയാം, CPM-ന് അറിയാം. അതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്ക് ജനങ്ങളിലാണ് വിശ്വാസം. ആ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നത് വടകര പാർലമെന്റ് ഇത്തവണ ഇടതുപക്ഷം ജയിക്കും. കാസർഗോഡ് മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായിരുന്നു എതിർപ്പ്. KP സതീഷ് ചന്ദ്രന്റെ പേര് MV ഗോവിന്ദൻ നിർദ്ദേശിച്ചെങ്കിലും യോഗത്തിൽ കടുത്ത എതിർപ്പുയർന്നു. മുൻ MLA KV കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ജില്ലാ സെക്രട്ടറി MB ബാലകൃഷ്ണൻ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇനി തീരുമാനം സംസ്ഥാന കമ്മിറ്റിക്കാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ A പ്രദീപ് കുമാർ MLA എന്ന തുറുപ്പുചീട്ടുമായാണ് CPM ഇറങ്ങുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് മുൻപ് തന്നെ മണ്ഡലത്തിൽ LDF-ന്റെ പ്രചാരണ യാത്ര നയിച്ചത് A പ്രദീപ് കുമാറാണ്. 2 തവണ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണം എന്ന ആവശ്യമാണ് P ജയരാജനെ മത്സരിപ്പിക്കാൻ പ്രധാന കാരണം. TP ചന്ദ്രശേഖരൻ വധം മുതൽ പെരിയ ഇരട്ടക്കൊലപാതകം വരെ മണ്ഡലത്തിൽ ചർച്ചയാവും എന്ന കാര്യവും ഉറപ്പാണ്.
വടകരയിൽ നിന്ന് ക്യാമറാമാൻ അരവിന്ദിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4-1 സീറ്റിലും സിറ്റിംഗ് എംഎൽഎമാരെ മത്സരിപ്പിച്ച് ഇടതുമുന്നണി. ജനകീയ പ്രതിച്ഛായയുള്ള എംഎൽഎമാരെ മത്സരിപ്പിക്കുന്നതിലൂടെ ഈ മണ്ഡലങ്ങളിൽ അട്ടിമറി ജയം പ്രതീക്ഷിക്കുകയാണ് മുന്നണി. സിപിഎം 3ഉം സിപിഐ 2ഉം എംഎൽഎമാരെയാണ് പോരാട്ടത്തിനിറക്കുന്നത്. പല പേരുകൾ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും ഒടുവിൽ 5 മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി എത്തിയത് സിറ്റിംഗ് എംഎൽഎമാരിൽ. വിജയസാധ്യതയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് പറയുമ്പോഴും കാരണങ്ങൾ വേറെയുമുണ്ട്. ഇടതു പാർട്ടികൾക്ക് പ്രതീക്ഷ വയ്ക്കാൻ കേരളം പോലെ മറ്റൊരു സംസ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റും വോട്ടും ഉറപ്പാക്കണമെന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശവുമുണ്ട്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി ആരാണ്, അതിന് മുൻഗണന കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എംഎൽഎമാർ തന്നെ വേണം എന്നൊരു സ്ഥിതി ഏതെങ്കിലും മണ്ഡലത്തിലുണ്ടോ, അങ്ങനെ ഏതെങ്കിലും പ്രത്യേക പരിഗണന ഏതെങ്കിലും സ്ഥലത്ത് കൊടുക്കേണ്ടതുണ്ടോ, അതൊക്കെ നോക്കിയൊരു തീരുമാനം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിജയസാധ്യതയുള്ള മറ്റു പേരുകൾ കണ്ടെത്താനാകാത്തതും എംഎൽഎമാരെ രംഗത്തിറക്കാൻ കാരണമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വൈകാരിക അടുപ്പമുള്ള മണ്ഡലമാണ് ആലപ്പുഴ. എന്നാൽ 4 തവണ മാത്രമാണ് അവിടെ ഇടത് സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത്. തുടർച്ചയായ 3ാം വിജയം തേടുന്ന KC വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവിനെ തടയാൻ അരൂർ എംഎൽഎ AM ആരിഫിനെ പോലെ മറ്റൊരാൾ ഇല്ല എന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു. ശബരിമല സമരങ്ങൾക്ക് ശേഷം പത്തനംതിട്ട തിരിച്ചുപിടിക്കേണ്ടതും അഭിമാന പ്രശ്നമായി. സാമുദായിക സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ആറന്മുള എംഎൽഎ വീണ ജോർജിന് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. കോഴിക്കോട്ട് 3 ടൈം തുടർച്ചയായി എംഎൽഎയായ പ്രദീപ് കുമാറിന്റെ മികച്ച പ്രതിച്ഛായ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരത്ത് ജയിക്കാനാകാത്ത പാർട്ടിയെന്ന നാണക്കേട് മാറ്റുക മാത്രമല്ല, പേയ്മെന്റ് സീറ്റെന്ന ചീത്തപ്പേര് മറക്കാനും സിപിഐക്ക് വിജയം അനിവാര്യം. പരാജയമറിയാത്ത മുതിർന്ന നേതാവ് C ദിവാകരന് അവസരം ലഭിച്ചത് അങ്ങനെയാണ്. ചിറ്റയം ഗോപകുമാറിന്റെ ജനപ്രീതി മാവേലിക്കരയിലും അട്ടിമറി വിജയം കൊണ്ടുവരുമെന്ന് സിപിഐ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സിറ്റിംഗ് എംഎൽഎമാരെ ഇറക്കിയുള്ള പരീക്ഷണം പാടെ പാളിയിരുന്നു എന്നതും പ്രസക്തം. കൊല്ലത്ത് MA ബേബിയും കോട്ടയത്ത് മാത്യു ടി തോമസും ദയനീയമായി പരാജയപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടതുമുന്നണി ഉഭയകക്ഷി ചർച്ച പൂർത്തിയായി. സീറ്റില്ലെന്ന് സിപിഐ ഇതര കക്ഷികളെ സിപിഎം അറിയിച്ചു. ജനതാദൾ എസിനു മാത്രമാണ് തീരുമാനത്തിൽ പ്രതിഷേധം. വെള്ളിയാഴ്ച മുന്നണി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. എല്ലാ ഘടകകക്ഷികൾക്കും സീറ്റ് നൽകാനാകില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. 16 സീറ്റിൽ സിപിഎമ്മും 4 സിപിഐയും മത്സരിക്കും. ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച ശേഷമായിരുന്നു ഘടകകക്ഷികളുമായുള്ള ചർച്ച. മുന്നണിയിലെ പ്രബല പാർട്ടികൾ സീറ്റ് വീതം വച്ചതിനോട് കാനം രാജേന്ദ്രന്റെ പ്രതികരണം ഇങ്ങനെ: സീറ്റ് ഉദാരമായി വിതരണം ചെയ്യാൻ ഞങ്ങൾ 10 പാർട്ടികളുണ്ട്, 20 സീറ്റുമുണ്ട്. ഈ 2 സീറ്റ് വിതരണം ചെയ്താൽ മതി. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമല്ലോ. ലോക് താന്ത്രിക് ജനതാദളുമായി ഇന്നലെ സിപിഎം ചർച്ച നടത്തിയിരുന്നു. സീറ്റ് നൽകാനാകില്ലെന്ന് INLനെയും സിപിഎം അറിയിച്ചു. മുന്നണി തീരുമാനത്തിന് ഒപ്പം നിൽക്കുമെന്ന് INL. ആ വിഷയത്തിൽ ഇപ്പോൾ അന്തിമമായി LDF യോഗത്തിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാകും. ആ തീരുമാനം ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കും ബാധകമാണ്. പത്തനംതിട്ട സീറ്റായിരുന്നു NCPയുടെ ആവശ്യം. മുഖ്യമന്ത്രിയും കോടിയേരിയുമായുള്ള ചർച്ചയിലും അവർ അക്കാര്യം പറഞ്ഞു. സീറ്റില്ലെങ്കിലും പ്രതിഷേധത്തിനില്ലെന്ന് NCP. സീറ്റില്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയല്ല, ഞങ്ങൾ മുന്നണിയിലകത്തല്ലേ ശക്തമായ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കും. ജനാധിപത്യ കേരള കോൺഗ്രസിനും മോഹം പത്തനംതിട്ട സീറ്റിൽ. മുന്നണി മത്സരിക്കാൻ പറഞ്ഞാൽ തയ്യാറെന്ന നിലപാട് അവർ ചർച്ചയിലും ആവർത്തിച്ചു. ഞങ്ങൾ മത്സരിക്കുന്നത് ഗുണകരമാണ് എന്നുള്ള ഒരു നിലപാട് തീർച്ചയായിട്ടും LDF ചർച്ച ചെയ്തെടുത്താൽ ഇന്ന സീറ്റിൽ മത്സരിക്കണമെന്ന് ഞങ്ങളോട് അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങളുടെ മുൻപാകെ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളത് സ്വീകരിക്കും. ജനതാദൾ എസ് സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സീറ്റ് നൽകില്ലെന്ന് മുന്നണി നേതൃത്വം ഔദ്യോഗികമായി അറിയിച്ചാൽ എന്തു വേണം എന്നാലോചിക്കാൻ വെള്ളിയാഴ്ച അവർ യോഗവും വിളിച്ചിട്ടുണ്ട്. സൗഹൃദ മത്സരം ഉൾപ്പെടെയുള്ള കടുത്ത നടപടി വേണമെന്ന നിലപാടുള്ളവരും പാർട്ടിയിലുണ്ട്. എന്നാൽ ഇവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒപ്പം നിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് സിപിഎം. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ് എമ്മിനും കൂടുതൽ സീറ്റില്ല. ലഭിക്കുന്ന ഏക സീറ്റിൽ മത്സരിക്കുമെന്ന് PJ ജോസഫ് നിലപാടെടുത്തതോടെ കേരള കോൺഗ്രസ് എമ്മിൽ പ്രതിസന്ധി രൂക്ഷമായി. 2 സീറ്റ് എന്ന നിർദ്ദേശം മുസ്ലിം ലീഗ് തത്വത്തിൽ അംഗീകരിച്ചു. 2 സീറ്റ് വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ വാദവും 3 സീറ്റ് എന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യവും കോൺഗ്രസ് അംഗീകരിക്കില്ല. കേരള കോൺഗ്രസുമായുള്ള അന്തിമ ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് മുന്നോട്ടുവെച്ച ഈ നിർദ്ദേശം അംഗീകരിക്കാനാണ് കേരള കോൺഗ്രസിലെ ധാരണ. കോട്ടയത്ത് ആര് സ്ഥാനാർത്ഥിയാകണം എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി തർക്കം. ഏക സീറ്റിൽ താൻ മത്സരിക്കുമെന്ന നിലപാടിൽ PJ ജോസഫ് ഉറച്ചു നിൽക്കുകയാണ്. പാർട്ടി സീറ്റ് നൽകിയാൽ മത്സരിക്കും, എല്ലാം ഭംഗിയായിട്ട് തീരുന്ന സ്ഥിതിയാണല്ലോ. ജോസഫ് ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോഴും പൊതുസമ്മതൻ എന്ന നിർദ്ദേശമാണ് വാണി ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. നാളെ ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. 3ാം സീറ്റില്ലെന്ന കോൺഗ്രസ് നിലപാട് അംഗീകരിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെയും തീരുമാനം.
9-ന് ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിന്റെ അംഗീകാരം മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. അതുവരെ ചർച്ച തുടരും. UDF-ആയിട്ട് തുടർന്ന് ഒന്നുകൂടി ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. സാധ്യതയുണ്ട്. ജോസഫ് മത്സരിച്ചാൽ കേരള കോൺഗ്രസ് എം വീണ്ടും പിളർപ്പിലേക്ക് നീങ്ങിയേക്കും. ഇത് ഒഴിവാക്കാനുള്ള ശ്രമം മറ്റന്നാൾ നടക്കുന്ന UDF യോഗത്തിലുണ്ടാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് PC ജോർജ്. 20 പാർലമെന്റ് മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തും. PJ ജോസഫ് സ്ഥാനാർത്ഥിയായാൽ പിന്തുണയ്ക്കും. സഹകരിക്കാമെന്ന് കോൺഗ്രസിന് കത്ത് നൽകിയിട്ടും ഇതുവരെ മറുപടി നൽകാനുള്ള മാന്യത കാണിച്ചില്ലെന്നും ജോർജ് പറഞ്ഞു. തയ്യാറാണെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഔദ്യോഗികമായി കത്ത് കൊടുത്തെങ്കിലും നാളിതുവരെയായി ഒരു മറുപടി പറയാൻ ഉള്ള മര്യാദ പോലും കോൺഗ്രസ് കാണിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മഞ്ചേശ്വരം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനും വഴിയൊരുങ്ങുന്നു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസ് പിൻവലിക്കാൻ കെ സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. എതിർ കക്ഷികൾ വൻ സ്വാധീനമുള്ളവരാണ്, അതിനാൽ സാക്ഷികളുടെ വിലാസം കണ്ടെത്താൻ കഴിയുന്നില്ലെന്നും സുരേന്ദ്രൻ സമർപ്പിച്ച ഹർജിയിൽ ആരോപിക്കുന്നു. വാർത്തകളിലേക്ക്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ചതായി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. മോഷ്ടിക്കപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള പുനഃപരിശോധനാ ഹർജികൾ തള്ളണം. രേഖകൾ മോഷ്ടിക്കപ്പെട്ടതാണെങ്കിലും പരിശോധിക്കുന്നത് തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കി. അഴിമതി പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ദേശസുരക്ഷയുടെ മറവിൽ മൂടിവെക്കാൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു. റഫാൽ ഇടപാടിൽ CBI അന്വേഷണം വേണ്ടെന്ന വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കുകയാണ് സുപ്രീംകോടതിയിലെ കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. ഇടപാടിൽ സംശയമുന്നയിച്ച് പുതുതായി വന്ന റിപ്പോർട്ടുകളിൽ പറയുന്ന രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് അറ്റോർണി ജനറൽ പറഞ്ഞു. മന്ത്രാലയം ആഭ്യന്തര അന്വേഷണം നടത്തി. 2 മാധ്യമ സ്ഥാപനങ്ങൾക്കും ഒരഭിഭാഷകനുമെതിരെ ക്രിമിനൽ കേസെടുക്കും. രാജ്യസുരക്ഷ പരിഗണിച്ച് മോഷ്ടിച്ച രേഖകൾ ആസ്പദമാക്കിയുള്ള പുനഃപരിശോധനാ ഹർജികൾ തള്ളണം. റഫാൽ വിമാനങ്ങൾ രാജ്യത്തിന് അടിയന്തരമായി ആവശ്യമുണ്ട്. പാകിസ്ഥാന്റെ കൈവശമുള്ള F-16 വിമാനങ്ങളെ നേരിടാൻ റഫാൽ വേണമെന്നും AG KK വേണുഗോപാൽ വാദിച്ചു. പുനഃപരിശോധനാ ഹർജി തള്ളാൻ കേന്ദ്ര സർക്കാർ ഉന്നയിച്ച വാദങ്ങളെ കോടതിയും ഹർജിക്കാരും ഒരുപോലെ ചോദ്യം ചെയ്തു. ഭീഷണിപ്പെടുത്താനാണ് കേന്ദ്ര ശ്രമമെന്ന് ഹർജി നൽകിയ പ്രശാന്ത് ഭൂഷൺ. രാജ്യസുരക്ഷ പറഞ്ഞ് അഴിമതി മൂടിവയ്ക്കാനാകുമോ എന്ന് ജസ്റ്റിസ് KM ജോസഫ്. ബൊഫോഴ്സ് ഇടപാടിലും കേന്ദ്രം ഇതേ നിലപാട് സ്വീകരിക്കുമോ എന്നും കോടതിയുടെ ചോദ്യം. മോഷ്ടിക്കപ്പെട്ട രേഖകളും പ്രസക്തമെന്ന് കണ്ടാൽ പരിശോധിക്കാമെന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. രേഖകൾ മോഷണം പോയെങ്കിൽ അതിനെതിരെ സർക്കാർ നടപടിയെടുക്കുകയാണ് വേണ്ടതെന്ന് ജസ്റ്റിസ് SK കൗൾ. രേഖകൾ മോഷ്ടിച്ചോ എങ്കിൽ എന്ത് നടപടിയെടുത്തു എന്ന് വ്യക്തമാക്കി പ്രതിരോധ സെക്രട്ടറി നാളെ സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. പുനഃപരിശോധനാ ഹർജിയിൽ മാർച്ച് 14-ന് വാദം തുടരും. M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ F-16 വിമാനം ഉപയോഗിച്ചത് പരിശോധിച്ചു വരികയാണെന്ന് അമേരിക്ക. പാകിസ്ഥാൻ F-16 ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ഇന്ത്യ കൈമാറി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടണോട് കാര്യങ്ങൾ വിശദീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. അതിർത്തിയിൽ ഇന്നും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ 3 തവണ പാകിസ്ഥാൻ വെടിവെപ്പുണ്ടായി. സൈന്യം ശക്തമായ തിരിച്ചടി നൽകി. അയോധ്യ തർക്കം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുന്നത് സംബന്ധിച്ച് ഉത്തരവിടാനൊരുങ്ങി സുപ്രീംകോടതി. മധ്യസ്ഥ സംഘത്തിൽ ആരൊക്കെ വേണമെന്ന് നിർദ്ദേശിക്കാൻ കക്ഷികൾക്ക് നിർദ്ദേശം നൽകി. മുൻ ചീഫ് ജസ്റ്റിസുമാരായ ദീപക് മിശ്ര, JS ഖേഹാർ അടക്കമുള്ള പേരുകളാണ് മധ്യസ്ഥരായി ഹിന്ദു കക്ഷികൾ നിർദ്ദേശിച്ചത്. മധ്യസ്ഥ ചർച്ചയെ മുസ്ലിം കക്ഷികൾ അനുകൂലിച്ചപ്പോൾ ഹിന്ദു കക്ഷികളും ഉത്തർപ്രദേശ് സർക്കാരും ആദ്യം ശക്തമായി എതിർത്തു. ഉത്തർപ്രദേശിൽ BJP MP-യും MLA-യും തമ്മിൽ പൊരിഞ്ഞാടി. വികസന പദ്ധതികളെക്കുറിച്ച് ആലോചിക്കാൻ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് അണികൾക്ക് മുന്നിൽ MLA രാകേഷ് സിംഗ് ബാദലും MP ശരത് ത്രിപാഠിയും തമ്മിലടിച്ചത്. ശരത് ത്രിപാഠി സ്വന്തം പാർട്ടിയുടെ MLA-യെ ചെരുപ്പൂരിയടിച്ചു. വികസന പദ്ധതികളുടെ ഉദ്ഘാടന ഫലകത്തിൽ പേരെഴുതിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. CPM ചാലക്കുടി പാർലമെന്റ് കമ്മിറ്റിയിൽ നിന്നുയർന്ന എതിർപ്പ് വകവയ്ക്കുന്നില്ലെന്ന് ഇന്നസെന്റ്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ്. മത്സരിക്കേണ്ട മണ്ഡലം എറണാകുളമാണോ ചാലക്കുടിയാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും ഇന്നസെന്റ് പറഞ്ഞു. പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യും പോരെ. അതാ പറഞ്ഞ പിന്നെ ചാലക്കുടി എവിടെ വേണേ എന്ത് വേണേ അതൊക്കെ ചെയ്യണ്ടേ. ഞാൻ അത് ചെയ്യേണ്ടതല്ലേ അതിന്റെ മര്യാദ. അവരൊക്കെ പാടക്കൂടിയല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജയിപ്പിച്ചതും ഒരു സീറ്റ് തന്നു. ആർക്ക് എതിർപ്പ് എന്തായി പറയാം.
കർഷകരെടുത്ത എല്ലാ വായ്പകളുടെയും ജപ്തി നടപടികൾ ഡിസംബർ 31 വരെ നിർത്തിവെക്കുമെന്ന് ബാങ്കുകളുടെ ഉറപ്പ്. കർഷകർക്ക് മേൽ സഫാസി നിയമം ചുമത്തില്ലെന്നും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബാങ്ക് പ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി. കൃഷി മാത്രം ഉപജീവന മാർഗമായുള്ള കർഷകരുടെ എല്ലാത്തരം വായ്പകളും മൊറട്ടോറിയം പരിധിയിൽ ഉൾപ്പെടുത്തി. കർഷകരുടെയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ബാങ്ക് പ്രതിനിധികളുടെയും പ്രത്യേക യോഗം ജില്ലാ തലങ്ങളിൽ ചേരും. ആദ്യപടിയായി നാളെ ഇടുക്കിയിൽ ചേരുന്ന യോഗത്തിൽ കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ പങ്കെടുക്കും. ഇടുക്കി ജില്ലയിലെ കർഷക ആത്മഹത്യകൾ തടയാൻ നടപടി ആവശ്യപ്പെട്ട് കട്ടപ്പനയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടന്ന ഉപവാസം അവസാനിച്ചു. കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള മൊറട്ടോറിയ പ്രഖ്യാപനം വെറും തട്ടിപ്പാണെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. 5 ലക്ഷം രൂപ വരെയുള്ള മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുകയാണ് ഉടൻ വേണ്ടതെന്നും ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നൽകുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. വിമാനത്താവളത്തിന്റെ 258 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. 2 വിമാനത്താവളം നടത്തി പരിചയമുള്ള സംസ്ഥാന സർക്കാരിന് തിരുവനന്തപുരം വിമാനത്താവളം നൽകണമെന്നും ആവശ്യപ്പെട്ടു. വിമാനത്താവളം മോദിയും അദാനിയും ചേർന്ന് തട്ടിയെടുക്കുകയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. നോട്ടീസ് നൽകാതെ ഹർത്താൽ നടത്തിയ യൂത്ത് കോൺഗ്രസിനും കാസർഗോഡ് ഡിസിസിക്കും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നോട്ടീസ് നൽകുന്നത് അക്രമം നടത്താനുള്ള അനുമതിയല്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ ഹർത്താലിന്റെ പേരിൽ എടുത്തിരുന്ന കോടതിയലക്ഷ്യ കേസിലാണ് ഹൈക്കോടതി പരാമർശം. ഹർത്താലിനെ അംഗീകരിക്കുന്നില്ലെന്ന് കാണിച്ച് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സത്യവാങ്മൂലം നൽകി. കലാഭവൻ മണിയുടെ ചരമവാർഷിക ദിനത്തിൽ ചാലക്കുടി പാടിയിലെ കലാഗ്രാമത്തിൽ ഒത്തുചേർന്ന ആരാധകർ. മണിയുടെ മരണത്തിലെ ദുരൂഹത ഇനിയും നീങ്ങാത്തതിന്റെ വേദനയും അവർ പങ്കുവച്ചു. മണിയുടെ ഓർമ്മയ്ക്കായി കലാഗ്രാമത്തിൽ വായനശാല തുറന്നു. കലാഭവൻ മണിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ നിറകണ്ണുകളുമായി നിൽക്കുന്ന ഭിന്നശേഷിക്കാരനായ ഈ മനുഷ്യന് 3 വർഷം മുമ്പ് വരെ താങ്ങും തണലുമായിരുന്നു മണി. മണി ചാലക്കുടി എന്ന വിലാസത്തിൽ നിന്ന് എല്ലാ മാസവും വന്നെത്തിയിരുന്ന ഡ്രാഫ്റ്റായിരുന്നു ശശികുമാറിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. തൊടുപുഴയിൽ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും സിനിമയുടെ സെറ്റിൽ വെച്ച് ശശികുമാറിന്റെ ജീവിതമറിഞ്ഞ മണി ഇദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയായിരുന്നു. മുച്ചക്ര സ്കൂട്ടർ വാങ്ങിച്ചു നൽകി. എന്താ പറയേണ്ടത്, എനിക്ക് പോലും ഒരു നിശ്ചയില്ല മേഡം. ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ. എനിക്ക് വേറെ ഒന്നും വേണ്ട മേഡം. എനിക്ക് എന്റെ താരനെ കൊന്നവനെ ഒന്ന് കണ്ടാ മതി. എനിക്കൊന്ന് കണ്ടാ മതി, അവനെ കല്ലെങ്കിലും വെച്ചറിയാൻ. ശശികുമാറിനെ പോലെ കേരളമെമ്പാടുമുള്ള നിരവധി ആരാധകരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പാടിയിലെ കലാഗ്രാമത്തിൽ എത്തിയത്. അതിന്റെ വിധി വരുന്നത് വരെ ശക്തമായിട്ട് നിൽക്കും. 3 വർഷം പിന്നിട്ടു എന്നുള്ളത് നമുക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. 2016 മാർച്ച് 6 അപ്പുറത്തേക്ക് നമുക്ക് ഒരു ദിവസം മുന്നോട്ട് നീങ്ങിയിട്ടില്ല. എന്നും ചേട്ടന്റെ ഓർമ്മകൾ തന്നെയാണ്. മണി അന്തരിച്ച് 3 വർഷം പിന്നിടുമ്പോഴും മരണം സംബന്ധിച്ച ദുരൂഹത നീങ്ങിയിട്ടില്ല. കേസിൽ സിനിമാ താരങ്ങളടക്കം 7 പേരെ ഈ മാസം തന്നെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനാണ് CBI തീരുമാനം. ന്യൂസ് 18 തൃശൂർ. പ്രമുഖ പാദരക്ഷാ നിർമ്മാണ സ്ഥാപനമായ ക്യൂബിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുതിയ ഫാഷനിലുള്ള പച്ചപ്പൈ ഡിസൈനർ ഫുട്വെയർ പുറത്തിറക്കി. കോഴിക്കോട് കടവ് റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരം രാജീവ് പിള്ളയാണ് ബ്രാൻഡിന്റെ പ്രകാശനം നിർവഹിച്ചത്. മാനേജിംഗ് ഡയറക്ടർ സലീം മുണ്ടോളി, ചെയർമാൻ ഫൈസൽ റഹ്മാൻ, ഡയറക്ടർ ഫവാസ്, KP കോയ, കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. And there we have ക്യൂബിക്സ് ഗ്രൂപ്പ് ഓഫ്